സാമ്പാറിന്റെ പെണ്ണല്ലേ എന്താ അവളുടെ ഇരുത്തം നാളെ കെടുത്താൻ വേണ്ടിട്ട് നീ മനുഷ്യന്മാരുടെ കൂടെ വന്നു നാട്ടുകാരൊക്കെ എന്ത് പറയും കൂടി വിളിക്കും അമ്മ എപ്പോഴും എന്തേലും പറഞ്ഞു നിന്റെ അമ്മ പറയുന്നത് നീ കാര്യാക്കണ്ട മോളെ. അവൾക്ക് വണ്ടി വിവരമില്ല. നീ അങ്ങോട്ട് എൻജോയ് ചെയ്യും. ഈ പ്രായത്തിലല്ലേ പെമ്പിളാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂ. വലിയമ്മ എപ്പോ വന്ന്? വലിയമ്മ വന്നിട്ട് 15 മിനിറ്റേ കണ്ണ. മാമനുണ്ട് ഇവിടെ. പിന്നെ ആ കോരുണ്ടായത് കൂട്ടാനില്ലല്ലോ. ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ രണ്ടും ബാക്കിയില്ല. ആരോടും പറയില്ല പൊക്കോ പോർന്ന് അടിച്ചു വരയ്ക്കേ ഒരു കൈസഹായത്തിന് മനുഷ്യന്മാരില്ലേ വീട്ടിൽ. എന്താ കുഞ്ഞിപ്പങ്ങളെ ഇത്? കൊച്ചിപ്പോ വെളി ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അവൾ ടയർഡായിരിക്കും. അല്ല നിന്റെ മോൻ എന്ത് ചെയ്യാ? അവനെടുത്താൽ ചൂല് പൊങ്ങത്തില്ല. അവൻ എപ്പോ നോക്കിയാലും ഫോണിന്റെ കീഴല്ല. ഓ അല്ലേ വേണ്ട, അവനും കളിക്കേണ്ട പ്രായമല്ലേ ഫോണിലൊക്കെ. എവിടെ ചൂല്? ഞാൻ തൂക്കാം. നീ എന്നത്തിന് എന്റെ കൊച്ചിനെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? എന്റെ ചേച്ചി ഏത് കാര്യം ഫോണിലാണ് എന്തോ കള്ളത്തനുണ്ടാവും. അവൻ കള്ളത്തിനും കാണിക്കട്ടെടി. കള്ളത്തിനും കാണിക്കേണ്ട പ്രായമല്ലേ ഇത്? എന്റെ കൊച്ചു ചാറ്റിങ്ങും ചീറ്റിക്കും കഴിഞ്ഞ് പെരുക്കെ കടന്നു തുടങ്ങിയാൽ മതി കേട്ടോ. നിന്റെ അമ്മ വണ്ടേ ഓൾഡ് സ്കൂളാ. ആരാ മിന്നുവാ? നടക്കട്ടെ. എന്താളിയാ ഐഷു +2 കഴിഞ്ഞില്ലേ? ഇനി എന്താ അവളുടെ പ്ലാൻ? അവള് പുറത്തു പോയി പഠിക്കണം എന്നാളിയാ പറയുന്നത്. അതും ബാംഗ്ലൂരൊക്കെ. ആ ബാംഗ്ലൂരിൽ പോയി പഠിക്കട്ടെ. ഉഗ്ര സ്ഥലമല്ലേ. ചെലവിന്റെ കാര്യം ഒന്നും തളിയും പഠിക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാലും നിനക്ക് ഇപ്പോഴത്തെ കാലഘട്ടം അറിയാലോ. ബാംഗ്ലൂർ പോയാൽ മതി നശിക്കാൻ. എൻ്റെ അറിയാം പിള്ളേർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി പഠിക്കട്ടെ. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നടന്നാൽ മതിയോ? അങ്ങനെ പറഞ്ഞു കൊടുക്കും മാമ. എനിക്ക് ബാംഗ്ലൂരിൽ തന്നെ പോയി പഠിക്കണമെന്നൊന്നുമില്ല. ഇവിടെ നിന്ന് എങ്ങനെയും പോയാൽ മതി. പിന്നെ ബാംഗ്ലൂരിൽ നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്നാ കേട്ടോ. ആ അങ്ങനെയാണെങ്കിൽ മോൾ അൽബേനിയയിലോ ജോർജിയയിലോ വല്ലതും പോയി പഠിക്കുക. അതാകുമ്പം ബാംഗ്ലൂരിൽ തന്നെ പോയി പഠിക്കുന്ന പൈസയേ ഉള്ളൂ. മോളൊരു കാര്യം ചെയ്യും, നീ ടു സ്റ്റഡി അബ്രോഡിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യും. അവരിതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരാ. ഞാനും കേട്ടിട്ടുണ്ട്. ആദ്യമേ മുഴുവൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലേ. 1.5 ലക്ഷം രൂപ കൊടുത്താൽ മതി. നമുക്കത് നോക്കാം. അതുപോലെ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ്ങും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ അളിയ പിള്ളേരെ ഇങ്ങനെ കൂട്ടിയിട്ട് വളർത്തല്ലേ. അവര് നന്നായി അത് നമുക്കൊരു സന്തോഷമല്ലേ. എന്ന് ഞാൻ എൻ്റെ തക്കുടിനെ വിളിച്ച് പറയട്ടെ. അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും നിങ്ങളുടെ മരുമോൻ.